പെട്ടെന്നൊന്ന് തട്ടിക്കൂട്ടാൻ പറ്റിയിട്ടുള്ള ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ അരക്കപ്പ് ഗോതമ്പ് നുറുക്ക് നന്നായിട്ട് കഴുകി എടുത്തിട്ട് കുറച്ച് സമയം ഒന്ന് കുതിർത്തെടുത്തിട്ടുണ്ട്. ഉപ്പുമാവിനൊക്കെ എടുക്കുന്ന ഗോതമ്പ് നുറുക്കാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അത് കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പ് ചവ്വരി കൂടെ ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഗോതമ്പ് നുറുക്കൊന്ന് അലിഞ്ഞ് വരുന്നത് വരെ വേവണം കേട്ടോ, അത്രത്തോളം വേവണം. ഇനി ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് കോരി മാറ്റി വെക്കാം. എന്നിട്ട് ഇതേ നെയ്യിലേക്ക് തന്നെ നമ്മൾ വേവിച്ച ഗോതമ്പ് നുറുക്ക് ചവരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുത്തതിന് ശേഷം മധുരത്തിനായിട്ടുള്ള ശർക്കര പാനി കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഇതൊന്ന് തിളപ്പിച്ച് കുറുക്കി ഒന്ന് വരട്ടിയെടുക്കണം. ഇനി തേങ്ങയുടെ 2ാം പാല് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും തിളപ്പിച്ച് ഒന്ന് കുറുകി കഴിഞ്ഞാൽ തേങ്ങയുടെ 1ാം പാലും ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ആക്കാം. തിളക്കാൻ പാടില്ല കേട്ടോ. പിന്നെ ഫ്ലേവറിനായിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 2 നുള്ളി ചുക്കുപൊടിയും 2 നുള്ളി നല്ല ജീരകത്തിൻ്റെ പൊടിയും ചേർത്ത് മിക്സ് ചെയ്യാം. വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള ഒരു തേങ്ങാക്കൊത്തും കൂടെ ഇട്ട് കൊടുത്തിട്ട് സെർവ് ചെയ്യാം. ചോറൊക്കെ തിന്ന് കഴിഞ്ഞാൽ ഒരു മധുരം കഴിക്കേണ്ടവർക്ക് പറ്റിയിട്ടുള്ള ഒരു എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പായസമാണ് കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ റെസിപ്പീസിൻ്റെ പേജ് ഫോളോ ചെയ്യാനും കൂടി മറക്കല്ലേ.